എല്ലാവർക്കും യു വി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യു വി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വിഷയം, ഇവിടെ തൃപ്പൂണിത്തുറ മുതൽ വൈക്കം വരെയുള്ള റോഡ് ഇപ്പോൾ വളരെ തിരക്കേറിയ റോഡായി മാറിയിരിക്കുകയാണ്. പുതിയാവ് മുതൽ കണ്ടനാടൊക്കെ നല്ല ബ്ലോക്കാണ്, അതുപോലെ പുത്തങ്കാവ് ബ്ലോക്കാണ്. കാരണം വാഹനപ്പെരുപ്പവും പിന്നെ MC റോഡായതുകൊണ്ട് തന്നെ ഒട്ടനവധി വാഹനങ്ങൾ ആ വഴി വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും പല സമയത്തും ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ വളരെ തിരക്കുള്ള റോഡാണ് ഇപ്പോൾ വൈക്കം എറണാകുളം റോഡ്. അപ്പോൾ ആ റോഡിൽ തിരക്ക് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ തീരദേശ റോഡായ MLA റോഡുണ്ട്, അതിലൂടെ പൂത്തോട്ടം മുതൽ പുതിയാവ് വരെ തീരദേശത്ത് കൂടി പോകുന്ന ഒരു റോഡുണ്ട്. അത്യാവശ്യം നിലവാരമുള്ള റോഡാണ്. ആ റോഡിൽ കൂടി നമ്മൾ ട്രാഫിക് പോലീസ് എല്ലാം ആ വഴിയെല്ലാം വണ്ടി ബ്ലോക്ക് വരുമ്പോൾ തിരിച്ചു വിടും. ആ വഴിയിലാണെങ്കിൽ സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ ആ വഴിയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ആമയുടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ വഴിക്കൊക്കെ അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. പക്ഷെ ആ റോഡരികിൽ ഇപ്പോൾ കണ്ടനാടെന്ന് MLA റോഡിലേക്ക് കയറുന്ന കപ്പേള കഴിഞ്ഞ് ഒരു S-Bend കഴിഞ്ഞ് ഒതുക്കാനൊരു സ്പേസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു വാഹനം അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മാങ്കായിക്കവലയിൽ നിന്നും പോലീസ് പുതിയാവ് റൂട്ടിലേക്ക് വണ്ടി തിരിച്ചു വിടുമ്പോൾ മാങ്കായിക്കവല ബസ് സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ വരുമ്പോൾ അവിടെ നിന്ന് ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് 2 വളവും കഴിഞ്ഞ് സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. കുറേ നാളുകളായി, മാസങ്ങളായി ആ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇടയ്ക്കത് അപ്രത്യക്ഷമാവും, പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാം ആ വാഹനം അവിടെ ഉണ്ടാവും. അടിയന്തരമായി പോലീസിന്റെ ശ്രദ്ധയിലേക്ക്, ഉദയംപേരൂർ പോലീസിന്റെ ട്രാഫിക് പോലീസിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം യു വി വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ വാഹനം അത് മാറ്റുകയാണെങ്കിൽ സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് അവിടെ വഴിതെളിയും. ഇപ്പോൾ തന്നെ ആ വാഹനം കാരണം സ്കൂൾ ബസ്സുകൾ അതിന്റെ പുറകിൽ പാർക്ക് ചെയ്യുന്നു, പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ട് MLA റൂട്ടിലൂടെ. അതുകൊണ്ട് ഇത് രണ്ടും കൂടി കൺജസ്റ്റഡ് ആവുന്നു. മെയിൻ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ഈ വാഹനങ്ങളെല്ലാം വന്ന് അവിടെ തിങ്ങി നിറയുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് യു വി വാർത്ത ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.